നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പർച്ചേസ് റിട്ടേണിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇ-വേ ബില്ലിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇ-വേ ബില്ല്, ഇ-വേ ബില്ല് ആരൊക്കെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ടാലിയിലെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലിയിൽ പർച്ചേസ് റിട്ടേണിന്റെ കേസിൽ എങ്ങനെയാണ് ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളതുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരെ എനിക്ക് ഇമെയിൽ ചെയ്താൽ മതി. എന്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എന്താണ് പർച്ചേസ് റിട്ടേൺ പറയുമ്പോൾ നമ്മൾ എന്താണ് ഡെബിറ്റ് നോട്ടിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു പാർട്ടിയുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെബിറ്റ് നോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് അതർ വൗച്ചേഴ്സ് നോട്ട് ചെയ്യേണ്ടത്. ഇവിടെ അതർ വൗച്ചേഴ്സിന്റെ അവിടെ ജസ്റ്റ് എടുക്കാം. ഇവിടെ നമുക്ക് ഡെബിറ്റ് നോട്ട് വന്നിട്ട് കാണിക്കും. Alt F5 എടുത്താൽ മതി. അപ്പൊ ഇവിടെ ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കും ആർക്കാണ് നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ പാർട്ടിയുടെ പേരെടുത്തു. ഞാൻ ഈ പാർട്ടിയുടെ അടുത്താണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സീതാങ്ക സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ഈ പർച്ചേസ് ചെയ്തതിന്റെ ഇൻവോയ്സ് നമ്പർ നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. ഈ പാർട്ടിയുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തതിന്റെ ഇൻവോയ്സ് നമ്പർ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ നമുക്ക് അത് കാണണം വിചാരിക്കാം. നമ്മുടെ ഗോ ടൂലേക്ക് പോയി നമുക്കിവിടെ ലെഡ്ജർ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് പാർട്ടിയുടെ പേരടിക്കാം. ഇപ്പൊ സിതാര എന്നുള്ളത് അടിച്ചു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇൻവോയ്സ് നമ്പർ കണ്ടിട്ടുണ്ട് 1025 ആണ്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഇൻവോയ്സ് നമ്പർ നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. ഇവിടെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ നോട്ട് നമുക്ക് 1025 എന്നുള്ളത് അടിച്ചു കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പർച്ചേസ് റിട്ടേൺ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പർച്ചേസ് റിട്ടേൺ സെലക്ട് ചെയ്തു. നമ്മൾ ഏത് ഐറ്റമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഐറ്റത്തിന്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. ഇപ്പൊ iPhone 6 കൊടുത്തു. നമുക്ക് എത്ര എണ്ണമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 3 എണ്ണമാണ് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ടാക്സ് കാണിക്കാം. റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിന്റെ ടാക്സും കൂടി കാണിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് കാണിക്കാം. ഇൻപുട്ട് CGST നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻപുട്ട് SGST നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. അപ്പൊ ഇവിടെ ചോദിക്കും പ്രിന്റ് GST ഇവേബിൾ ഡീറ്റെയിൽ. ഇവിടെ കൊടുത്തു. അപ്പൊ നമ്മൾ എത്തിപ്പെട്ട ഈ ഒരു ഡീറ്റെയിൽസിലേക്കാണ്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമുക്ക് ഇവിടെ റീസൺ ഫോർ ഇഷ്യൂയിങ് നോട്ട് നമുക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. നമുക്ക് സെയിൽസ് റിട്ടേൺ ആണോ, അതോ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് ആണോ, അതോ ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആണോ, ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇ-വേ ബില്ലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിൻകോഡ് നമ്പർ, അതായത് ഫ്രം ടു പിൻകോഡ് നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടറുടെ ID എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. നമ്മളിവിടെ റോഡാണോ എന്തിലേക്കാണോ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യണത്. അപ്പോൾ റോഡാണെങ്കിൽ റോഡിലേക്ക് കൊടുത്തു. വെഹിക്കിൾ നമ്പർ ഇവിടെ കൊടുക്കാം. ജസ്റ്റ് ഇവിടെ എൻ്റർ അടിച്ചു. നമ്മുടെ വെഹിക്കിൾ ടൈപ്പ് എന്താണ്, പല പല ഇതിനും പല പല എമൗണ്ടുകളാണുള്ളത്. ഓവൽ ഷേപ്പ് ആണോ ഏതാണോ എന്നുള്ളത്, എനിക്ക് റെക്ടാങ്കിൾ ആണോ ഏതാണോ വേണ്ടതെങ്കിൽ അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഈ ഡെബിറ്റ് നോട്ടിന്റെ കാര്യത്തിൽ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്ത് വരണം എന്ന് വിചാരിക്കുക. നമ്മുടെ ഇവിടെ നമുക്ക് മുകളിൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്ചേഞ്ചിന്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് സെൻഡ് ഫോർ ഇ-വേ ബിൽ എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെൻഡ് ഫോർ ഇ-വേ ബിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണിക്കും ബേസിക് ഓഫ് വാല്യൂസ് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇൻക്ലൂഡ് URD പർച്ചേസും അതേപോലെ തന്നെ ഇൻക്ലൂഡ് നോൺ URD പർച്ചേസും. ഈ 2 ഓപ്ഷനുമാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. ഈ 2 ഓപ്ഷനും യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാതിരിക്കാം. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡെബിറ്റ് നോട്ടിൽ നമ്മൾക്ക് ഇ-വേ ബില്ല് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോൾ ശരിക്കും വരുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ കറക്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് വരുള്ളൂ. അതായത് പാർട്ടിയുടെ GST നമ്പർ, നമ്മളുടെ GST നമ്പർ, HSN കോഡ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ നമ്മൾ കൊടുത്തിട്ടുള്ള ഡെബിറ്റ് നോട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഫോമിൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മളെ ഒറിജിനൽ ഡീറ്റെയിൽസ് ആവുമല്ലോ നമ്മൾ കാണിക്കുക. അപ്പോൾ ഈ ടാലി പ്രൈമർ 4-ലാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ നമുക്ക് നമ്മൾ കറക്റ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് വരുള്ളൂ. ഇപ്പൊ ടാലി 2.1-ലൊന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിൽസ് അവിടെ വരുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ആ കറക്റ്റ് GST നമ്പർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഡീറ്റെയിൽസ് കാണിക്കുള്ളൂ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് e-way നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.